എല്ലാവിധ സർക്കാർ അറിയിപ്പുകളെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാം. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സന്തോഷ വാർത്ത. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതുവരെ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥർമാർക്കും 2025 വർഷത്തെ തുടക്കം തന്നെ വമ്പൻ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025 ബജറ്റ് 2025-26 ഫെബ്രുവരി 7 അവതരിപ്പിക്കാനിരിക്കുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലന്റെ ഈ പ്രഖ്യാപനം. ജനുവരി 17 നിയമസഭ ചേരുന്നത്. ബജറ്റ് അവതരണത്തിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു ഗഡുവും വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷന്റെ 4ാമത്തെ ഗഡു വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ 4ാം ഗഡു നൽകാൻ 572.0.7% രൂപ വേണം എന്നാണ് സർക്കാർ അറിയിപ്പ്. ഇതോടൊപ്പം തന്നെ 1600 രൂപ കുടിശ്ശിക തുകയിൽ ഒരു ഗഡുവും കൂടെ അനുവദിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3200 ആയിരിക്കും ഈ ജനുവരി മാസം വിതരണം ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 11ാം പെൻഷനാണ് 4ാം ഗഡുവായി വിതരണം ചെയ്യാൻ നോക്കുന്നത്. ഇതിൽ 3 ഗഡുക്കൾ ഇപ്പോൾ വിതരണം ചെയ്തിട്ടുണ്ട്. പെൻഷന്റെ 4ാമത്തെ ഗഡു ഈ വർഷം തന്നെ അനുവദിക്കും എന്നാണ് ചട്ടം 300ാം ചട്ടം മുഖ്യമന്ത്രിയുടെ വാക്ക്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തന്റെ ബജറ്റ് അവതരണത്തിന് മുമ്പ് നടപ്പിലാക്കാനാണ് ധനമന്ത്രിയുടെ തീരുമാനം. ജനുവരി 17 ആരംഭിക്കുന്ന നിയമസഭയിൽ നയതന്ത്രപ്രസംഗം പ്രഖ്യാപിക്കും. ബജറ്റിന് മുമ്പാകെ ആനുകൂല്യങ്ങൾ വിതരണം ക്ഷേമ പെൻഷൻ എല്ലാ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യും. ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ എല്ലാ സർക്കാരുകൾക്കും അറിയാൻ ബെല്ലൈക്കനുകളെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.